ശ്രീകൃഷ്ണ ജയന്തിയായ ജന്മാഷ്ടമി ആഹ്ലാദപൂർവമായ ആഘോഷ ചടങ്ങുകളോടെയാണ് ആഘോഷിച്ചത്. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ശ്രീകൃഷ്ണ ജയന്തിയായ ജന്മാഷ്ടമി ആഹ്ലാദപൂർവമായ ആഘോഷ ചടങ്ങുകളോടെയാണ് ആഘോഷിച്ചത്. മലയോരത്തെ പ്രധാന ക്ഷേത്രമായ ചെറുപുഴ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശോഭായാത്ര നഗരിയെ അമ്പാടിയാക്കി മാറ്റി. ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ഭക്തജനങ്ങളും അണിചേർന്ന ഘോഷയാത്രയ്ക്ക് പ്രത്യേക ആകർഷണമായി ഗോപികാ നൃത്തവും ചന്തം പകർന്നു. ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നഗരം ചുറ്റിയുള്ള ഘോഷയാത്ര നടന്നത്. മഹാവിഷ്ണുവിൻ്റെ 8ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയായി ആഘോഷിക്കുന്നത്. ചിങ്ങമാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ രോഹിണി നക്ഷത്ര ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന കൃഷ്ണാഷ്ടമി, ഗോകുലാഷ്ടമി, അഷ്ടമി രോഹിണി, ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. മലയോരത്ത് പുളിങ്ങോം ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രം, പാടിയോട്ടിയാൽ ശ്രീ അയ്യപ്പ ക്ഷേത്രം എന്നിവയുടെ ആഭിമുഖ്യത്തിലും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ നടന്നു. വൈഷ്ണവ പാരമ്പര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ഉത്സവമാണ് ശ്രീകൃഷ്ണ ജയന്തി. സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം വിപുലമായ ആഘോഷങ്ങളാണ് നടന്നത്. ബാലഗോപാലനെ കാഴുമാറാകണം ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.